السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാന്യ ശ്രോതാക്കളെ, റഹ്മാനുറഹീമായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഒരാളും ഉണ്ടായിരിക്കുകയില്ല. പ്രശ്നകലുഷിതമായ ജീവിതത്തിൽ നിന്ന് സന്തോഷദായകമായ ഒരു ജീവിതം സ്വപ്നം കാണാത്ത ഒരാളെയും നമുക്കറിയാൻ സാധ്യമല്ല. എന്നാൽ രണ്ട് ലോകത്തും നമുക്ക് സന്തോഷദായകമായ ജീവിതം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ജീവിതം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഉപയുക്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഏതെങ്കിലും ഒരു നാമത്തോട് നമ്മുടെ പേരിൻ്റെ അതത് ചേർന്ന് വരികയും അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്താൽ വലിയ സൗഭാഗ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഇരിക്കട്ടെ, യാ ഹലീം എന്ന ദിക്ർ, അത് നാം കൂടുതൽ ചൊല്ലുകയാണെങ്കിൽ അതുകൊണ്ട് ഏത് അഹങ്കാരിയുടെയും വിദ്വേഷമുള്ള ആളുടെയും അടുക്കൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവരുടെ ദേഷ്യം അടങ്ങുകയും അയാൾ സമാധാനത്തോടു കൂടി മാത്രം നമ്മോട് പെരുമാറുകയും ചെയ്യും. യാ ഹലീം എന്ന് പറഞ്ഞാൽ തന്നെ സഹനമുള്ളവൻ എന്നാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു ജീവിതത്തിന് വേണ്ടി നാം ചെയ്യേണ്ടത് അൽ ആദിലു സക്കിയുൽ ഗഫൂറുൽ ലാഹിറുൽ കരീമുല്ലാഹ് ത്വാഹിർ എന്ന ദിക്ർ എന്നോട് പറയാം. അൽ അദ്ലു അൽ സക്കിയു അസ്സക്കിയു വൽ ഗഫൂറു അല്ലാഹിറു അൽ കരീമു അത്വാഹിർ എന്ന് 9 പ്രാവശ്യം പേപ്പറിൽ എഴുതി ഇതേ ദിക്ർ തന്നെ 88 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും അതിൽ മന്ത്രിച്ചു ധരിക്കുകയാണെങ്കിൽ സന്തോഷകരമായ ജീവിതം നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ച് യാ അദ്ലു യാ സക്കി യാ ഗഫൂർ യാ ലാഹിർ യാ കരീം യാ ത്വാഹിർ എന്ന് 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും കൂട്ടി ചൊല്ലുകയും എന്നിട്ട് ഈ യാ ഹലീം എന്ന ദിക്റിൻ്റെ ദുആ നാം ചൊല്ലുകയുമാണെങ്കിൽ അവിടെ നമുക്ക് സന്തോഷവും ആനന്ദവുമുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതാണെന്ന് മഹത്തുക്കൾ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ദിക്ർ തന്നെ നാം അസ്മാഉൽ ഹുസ്നയും കൂട്ടി 9 പ്രാവശ്യം നമ്മൾ പതിവാക്കിയാൽ അധികാരം നഷ്ടപ്പെടാതെ നമുക്ക് ഏത് അധികാരമായിരുന്നാലും അത് സ്ഥിരമാക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
അതുപോലെ തന്നെ ദേഷ്യം പിടിക്കുന്ന ആളുകൾ, നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അകാരണമായും അല്ലാതെയൊക്കെ ദേഷ്യം പിടിക്കുന്ന ആളുടെ, അഹങ്കാരികളായ ആളുകളുടെ, അകാരണമായി ദേഷ്യം പിടിക്കുന്ന ആളുകൾ, ഇത് നീങ്ങാൻ അല്ലാതൊരു സക്കിയുൽ ഗഫൂർ താഹിറുൽ കരീമുൽ ലാഹിർ എന്ന് നാം പതിവാക്കുകയാണെങ്കിൽ 9 പ്രാവശ്യമെങ്കിലും അത് നാം ചൊല്ലുകയും അസ്മാഉൽ ഹുസ്നയും അതിൻ്റെ കൂടെ ചൊല്ലുകയും ചെയ്താൽ, ഇത് എല്ലാ ദിവസവും ആ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നാം പതിവാക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്ഥിരമായി 7, 14, 21 ദിവസമൊക്കെ ഇത് പതിവാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ടെൻഷൻ വിഷയങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മാനസികമായി പ്രയാസങ്ങളോ അകാരണമായി ദേഷ്യം പിടിക്കലോ ടെൻഷൻ വരലോ മാനസികമായ സമ്മർദ്ദങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ ഇത് നാം പതിവാക്കൽ ഏറ്റവും നല്ലതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.